ഹായ് കൂട്ടുകാരെ, അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് വിളവെടുപ്പാണ് കേട്ടോ. അപ്പം നമ്മളിതാ ആദ്യം തന്നെ കുറച്ച് വഴുതനയാണ് കേട്ടോ വിളവെടുക്കാൻ പോകുന്നത്. ഒരുപാട് വഴുതനയാണ് കേട്ടോ ഞാൻ ഇതിൽ നിന്നൊക്കെ വിളവെടുത്തത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആക്കൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ പച്ച വഴുതനയാണ് കേട്ടോ വിളവെടുക്കുന്നത്. ഈ പച്ച വഴുതനയൊക്കെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടോ, ഇത് മാലാക വഴുതനയാണ് കേട്ടോ. ഇതും ഞാൻ ഒരുപാട് വിളവെടുത്തു. ഇനി ഇതാ ഇവിടെ ഒരു വേങ്ങേരി വഴുതനയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വഴുതനയാണിത്. ഒരു 2 3 ഉണ്ടായാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അത്. പിന്നെ അതാ ഒരു വയലറ്റ് 2 വഴുതനയും കൂടി ഈ ഭാഗത്തുനിന്ന് എടുക്കാനായിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ നട്ട് നനച്ചുണ്ടാക്കി അതിൽ നിന്നൊക്കെ വിളവെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. മണ്ണിൽ ഒരു വിത്തിട്ടു അത് മുളച്ചു വരുന്നത് മുതൽ ഓരോ ഘട്ടത്തിലും നമ്മൾ നൽകുന്ന ശ്രദ്ധയും സ്നേഹവും ഒരു പൂർണ്ണ രൂപത്തിൽ നമ്മുടെ കൈകളിൽ എത്തുമ്പോൾ ലഭിക്കുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്. മാസങ്ങളോളം വെയിലത്തും മഴയത്തും നാം ചെയ്ത കഠിനാധ്വാനം, അതുപോലെ സ്വന്തമായി ഒരു കാര്യം നട്ടു നനച്ച് വളർത്തിയെടുത്തു എന്നത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇത് മനസ്സിന് വലിയൊരു പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ വിഷരഹിതമായ ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. പിന്നെ കൃഷിയിടത്തിൽ ചിലവഴിക്കുന്ന സമയം ഒരു തരം ഉന്മേഷമാണ്. ചെടികൾ വളരുന്നത് നോക്കി നിൽക്കുന്നതും ഒടുവിൽ അവയിൽ നിന്ന് വിളവ് ശേഖരിക്കുന്നതും വലിയൊരു മാനസിക ഉല്ലാസമാണ്. നമ്മുടെ കൃഷിയിടത്തിലെ അധികമുള്ള വിളവുകൾ അയൽക്കാർക്കോ സുഹൃത്തുക്കൾക്കോ നൽകുമ്പോൾ ലഭിക്കുന്ന സന്തോഷമുണ്ടല്ലോ, അത് വളരെ വലുതാണ് കേട്ടോ. അത് നമുക്ക് സ്നേഹവും സൗഹൃദവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വിളവെടുപ്പ് എന്നത് പ്രകൃതി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ്. ഇത് കണ്ട ഈ വഴുതന ചെടിയിലേക്ക് ഒരുപാട് പൂക്കളും കായ്കളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരുപാട് തവണയാണ് ഇതിൽ നിന്നൊക്കെ വിളവെടുത്തത്. ഈ തൈകളൊക്കെ ഞാൻ വില്ലേജ് അഗ്രോയിൽ നിന്നും വാങ്ങിയതാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കായ്ഫലം കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ടെറസിൽ ഗ്രോ ബാഗിലാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത്. ജൈവ രീതിയിലാണ് കേട്ടോ ഇതൊക്കെ കൃഷി ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് വളമായിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കിക്കാണ്ട് ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് പുളിപ്പിച്ച് അതിലോട്ട് 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് അതിൻ്റെ തെളി ഒഴിച്ച് കൊടുക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി എല്ലാ ചെടികൾക്കും കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും ജൈവവളങ്ങൾ ചുവട്ടിൽ മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ കോഴി വളമോ അങ്ങനെ എന്താ നമ്മുടെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ അത് ഓരോ 10 ദിവസം കൂടുമ്പോൾ മണ്ണിളക്കിയിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത്രയുമാണ് കേട്ടോ ഞാൻ ഇന്ന് വിളവെടുത്തത്. ഒരു പടവലവും കുറച്ച് വഴുതനയും കുറച്ച് പച്ചമുളകും ഒക്കെ എടുത്തിട്ടുള്ളത്. ഇതുപോലെയൊക്കെ എന്നും നമുക്ക് ടെറസിൽ നിന്നും രാവിലെ വിളവ് കിട്ടാറുണ്ട്.